മെയിൻ ടേക്ക് അവേസ് പറയാനുണ്ടായ പാരൻസ് ഭയങ്കര കൺസിസ്റ്റന്റ് ആവണമെന്നാണ്. ബിക്കോസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ടീസ് ഞാൻ ഫേസ് ചെയ്തത് പാരൻസ് കൺസിസ്റ്റന്റ് ആവുന്നില്ല, അല്ലെങ്കിൽ മദറോ ഫാദർ പാരൻസിന് കുട്ടികളുടെ ലൈഫിലും ഇൻവോൾവ് ആയിട്ടുണ്ടാവണം. നോട്ട് ജസ്റ്റ് അവർ പഠിത്തത്തിനെ പറ്റി മാത്രം അറിയുന്നല്ല. ഇറ്റ് ഇൻവോൾവ്സ് എവറിത്തിങ്. ഫ്രണ്ട്ഷിപ്പ് എന്താ കാണുന്നത്, എങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉണ്ട്, ഹൗ ആർ ദേ ഡെവലപ്പിംഗ് ദോസ് ഇൻട്രസ്റ്റ്. ഒമാനിൽ യാദൃശ്ചികമായിട്ട് എനിക്ക് കിട്ടിയ ഒരു സൈക്കോളജിസ്റ്റാണ് മറിയം ഹനാൻ. അപ്പം ഞങ്ങൾ ഇപ്പം ഈ ഒരു ടോക്ക് എന്തിനെക്കുറിച്ചാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാരൻസ് ഇത് മൊത്തത്തിലിരുന്ന് കേൾക്കും, കാരണം അത്രയ്ക്ക് ആവശ്യമുള്ളൊരു സബ്ജക്റ്റാണ്. സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുടെ സ്ക്രീൻ ടൈമിനെ കുറിച്ചാണ്. കുട്ടികളുടെ സ്ക്രീൻ ടൈം എങ്ങനെ കൺട്രോൾ ചെയ്യാം, യൂസ് ചെയ്യണോ, പാരൻസ് എന്ത് ചെയ്യണം, അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കട്ടൻ്റെ കൂടെ ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കൂടുതലാണെന്ന് എപ്പോഴാണ് പറയുക? കൂടുതൽ എന്ന് പറഞ്ഞാൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. വെറും സമയം മാത്രമല്ല, അത് എന്താന്ന് കോണ്ടന്റ് വാച്ചിങ് എന്താന്ന് നോക്കുന്നത്, പിന്നെ അത് ഫോൺ കിട്ടാൻ വേണ്ടി ടെമ്പർ ടാൻട്രംസ് അല്ലെങ്കിൽ വാശി പിടിക്കുന്നുണ്ടോ, അവരെങ്ങനെ അക്വയർ ചെയ്യുന്നത് അത് യൂസ് ചെയ്യാനേ, ഫോൺ വെക്കാൻ പറഞ്ഞാൽ വെക്കുന്നില്ല, അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ യു ക്യാൻ സേ കുറച്ച് എന്താ ഫോണിന്റെ മേലെ കുറച്ച് അഡിക്റ്റഡ് ആയിട്ടാണ് ഇല്ലെന്ന്. ഓക്കെ, സോ വാട്ട് യു സേയിങ് ഈസ് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമാണ് നമ്മൾ സ്ക്രീൻ ടൈം എക്സസ് യൂസ് എന്ന് പറയില്ല, പക്ഷെ അവർ ആ ഫോണിന് വേണ്ടിയിട്ട് ദേ ആർ ക്രേവിംഗ് ഫോർ ദാറ്റ്. ഇറ്റ്സ് മോർ അബൌട്ട് ഹൗ ദേ കൻ മാനേജ് വിതൗട്ട് ദ ഫോൺ ഓൾസോ. ഇപ്പോൾ അത് അത്ര ഡിപ്പെൻഡൻറ്റ് ആയിട്ട് ഉണ്ടോ ഇല്ല, യു ക്യാൻ ഹാവ് ഫൺ വിതൗട്ട് യുവർ ഫോൺ ഓൾസോ. സോ ദാറ്റ് കുട്ടികൾക്ക് എസ്പെഷ്യലി കുറേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹൗ ഡസ് എ പാരന്റ് ജഡ്ജ് വെദർ ദ ചൈൽഡ് ഈസ് അഡിക്റ്റഡ് ടു ഫോൺ? See, that is, you will notice the disturbance in their life areas. So for example, ഇപ്പോൾ socializations affected ആവും, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് affected ആവും, അല്ലെങ്കിൽ നമ്മളെ അറ്റൻഷൻ സ്പാനോ അങ്ങനത്തെ കുറേ ഏരിയാസ് എഫക്റ്റഡ് ആവും കുറേ യൂസ് ചെയ്താൽ. Because you're putting yourself in another world. You're not being in reality. So അങ്ങനത്തെ ചേഞ്ചസ് വരുന്ന കാണുമ്പം പാരൻസിന് ഐഡൻറ്റിഫൈ ചെയ്യണം, ഏർലി ഓൺ ഐഡൻറ്റിഫൈ ചെയ്യണം, ബിഫോർ ദേ ഗെറ്റ് ടു അഡിക്റ്റഡ് ടു ഇറ്റ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ മിക്കപ്പോഴും പാരൻസും കൂടുതൽ സമയം സ്ക്രീൻ ടൈം അല്ലെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്തുകൊണ്ട് കുട്ടിയുടെ അടുത്ത് ഇത് യൂസ് ചെയ്യരുത് എന്ന് പറയുമ്പം ആ കുട്ടിക്ക് കിട്ടുന്ന ഒരു അത് ആക്ച്വലി ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇൻ്റർവെൻഷൻ, ദാറ്റ് അവരെ യൂസും കൺട്രോൾ ചെയ്യണം. സോ ബേസിക്കലി അവർ നോക്കിയിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. ഫോണിൽ ഫുഡിൻ്റെ ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ടോ, ന്യൂസ് വാച്ച് ചെയ്യുന്നുണ്ടോ, എല്ലാ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ഡേ അതേ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ TV. സോ ഇതെല്ലാം കണ്ടിട്ടാണ് കുട്ടികളും പഠിക്കുന്നത് മെയിൻലി. സോ വൺ ഓഫ് ദ വേസ് ടു റെഡ്യൂസ് സ്ക്രീൻ ടൈം ഇൻ ചിൽഡ്രൻ ഇസ് that you also do not engage in screen time in front of them. Okay, first actionable tip എന്ന് പറയുന്നത് parents should reduce their screen time. Parents should reduce. It's a joint effort. It's not one child or parents versus the child. A joint effort ആണ് അതിലെടുക്കണം. For example, you can make certain rules like bedroom-ഉള്ളിൽ ഫോൺ യൂസ് ചെയ്യാണ്ട് നിൽക്കണം, അല്ലെങ്കിൽ ഈ സമയത്ത് ഫോൺ യൂസ് ചെയ്യാണ്ട് നിൽക്കണം, ഈ സമയം ഫാമിലി ടൈമാണ്. ഫുഡ് എന്നോ ലൈക്ക് ഐ ജസ്റ്റ് സെഡ്, നോ യൂസ് ഓഫ് ഫോൺസ്, നോ യൂസ് ഓഫ് ടാബ്സ്, നോ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഓർ ഈവൻ TV, ഒന്നും. അത് ദാറ്റ്സ് സെൻഡിങ് എ ബാഡ് മെസ്സേജ്. കുട്ടികൾ വൺസ് ദേ ഗെറ്റ് യൂസ് ടു സംതിങ്, ലൈക്ക് എപ്പോഴും തിന്നുന്ന സമയത്ത് ഫോൺ കൊടുത്താൽ അവരെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ബിക്കംസ് പാറ്റേൺ. യു വിൽ നോട്ടീസ് ദാറ്റ് എപ്പോഴും ഫോൺ വേണ്ട സമയത്ത് ഫുഡ് തിന്നൂല, ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദാറ്റ് പാറ്റേൺ ഇസ് ഹാർഡ് ടു ബ്രേക്ക്. അപ്പോൾ പാറ്റേൺ ഡെവലപ്പ് ചെയ്യാതെ നമ്മൾ ഫസ്റ്റിലെ തന്നെ നോക്കണം. ഏത് വയസ്സ് മുതൽ? ഇപ്പോഴത്തെ കാലത്ത് ടോഡ്ലേഴ്സിന് വരെ ഫോൺ കയ്യിൽ കിട്ടുന്നുണ്ട്. സോ എൻ്റെ എക്സ്പീരിയൻസിൽ കുറേ പാരൻസ് അവരെ ടെമ്പർ ടാൻട്രംസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ കൊടുക്കും. പുറത്തുനിന്ന് കരിയുമ്പോൾ, സ്ക്രീമിങ് ചെയ്യുമ്പോൾ, അടിക്കുമ്പോൾ, അങ്ങനെയെല്ലാം. സോ കാം ദം ഡൗൺ. I think you need to identify when child starts, throwing a tantrum. എന്തിനാണ് tantrum throw ചെയ്യുന്നത്? Why are they doing it? Why is it for the phone? അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണക്ഷൻ കട്ടാക്കാൻ നോക്കണം. എങ്ങനെ കട്ട് ചെയ്യും? ഇപ്പം ഒരു കുട്ടി ഇപ്പം എൻഗ്രോസ്ഡ് ആയിട്ട് ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, അപ്പം എങ്ങനെയാണ് അത് കട്ട് ചെയ്യേണ്ടത്? ആക്റ്റീവ് സ്റ്റെപ്സ് എടുക്കേണ്ടി വരും. ഫസ്റ്റ് തന്നെ യു ഷുഡ് സ്റ്റാർട്ട് വിത്ത് ടൈം. വാട്ട് ടൈം കെൻ യു യൂസ് ഇൻ എ ഡേ? ഹൗ മച്ച് ടൈം കെൻ യു യൂസ്? ഇപ്പോൾ റീസേർച്ചിൽ അനുസരിച്ചിട്ട് 16 years above ആകുമ്പോൾ കുറച്ച്
കൂടുതൽ അവേഴ്സ് കൊടുത്താൽ കുഴപ്പമില്ല. ചെറിയ കുട്ടികൾ 5 വയസ്സിൻ്റെ ബിലോയിൽ നമ്മൾ ഒരു ഹാഫ് ആൻ അവർ 1 hour അങ്ങനെ യു മേക്ക് എ ടൈം ഫോർ ഇറ്റ്. ഓക്കെ, സോ നമ്മൾ ടൈം ഉണ്ടാക്കണോ അതോ കുട്ടീനോട് ചോദിച്ചിട്ട് ടൈം? കുട്ടീനോട് ചോദിച്ചിട്ടാക്കുന്നത് ബെറ്റർ. ഇഫ് ദ ചൈൽഡ് ഈസ് ഓഫ് ഏജ് വേർ ഹി കൻ കോംപ്രിഹെൻഡ്, അതെല്ലാം കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന കുട്ടിയാണെങ്കിൽ ചൈൽഡിനെ ഇൻവോൾവ് ചെയ്യണം ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ. ബിക്കോസ് അപ്പോൾ അവർ കേൾക്കാൻ ഇനിയും മോർ ലൈക്ലി ടു ഫോളോ. ബിക്കോസ് അവർക്ക് ഫീൽ ചെയ്യും ദാറ്റ് ഈവൻ ഐ ഹാവ് ടേക്കൻ പാർട്ട് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, സോ അപ്പോൾ ആ ഒരു ഇത്ര ടൈമിന് നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാമെന്ന് രണ്ടുപേരും കൂടെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചൈൽഡിന് ഫീൽ ചെയ്യും ഓക്കെ ഐ എം എ പാർട്ട് ഓഫ് ദ ഡിസിഷൻ. അപ്പോൾ അത് കൂടുതൽ അതുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യും. അതെ. പിന്നെ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാരന്റൽ കൺട്രോൾസ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ കണ്ടന്റാ വാച്ച് ചെയ്യുന്നത്. പിന്നെ ചൈൽഡ് എന്താ പറയണ്ടേ, കമ്പ്യൂട്ടേഴ്സിലെല്ലാം ചൈൽഡിന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത സൈറ്റ്സ് അതെല്ലാം കുറച്ച് നോക്കണം. ബിക്കോസ് ഐ നോ ഇറ്റ് ഫീൽസ് ലൈക്ക് എ കൺട്രോൾ ടാക്ടിക്, പക്ഷെ നമ്മൾ പാരൻസ് ആയിട്ട് അങ്ങനെ ചെയ്യേണ്ട ഭയങ്കര ആവശ്യമുണ്ട്. മീൻസ് ഇതിനകത്തുള്ള പാരന്റൽ കൺട്രോൾസ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. വിത്ത് ചൈൽഡ്സ് നോളജ് ആണോ അതോ വിത്തൗട്ട് ചൈൽഡ്? വിത്ത് ചൈൽഡ്സ് നോളജ്. അതൊന്ന് ഹൈഡ് ചെയ്യണ്ട. നത്തിങ് ടു ഹൈഡ് അബൌട്ട് ഇറ്റ്. ചൈൽഡ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് ദിസ് ഡിസിഷൻ. ഈവൻ യു ഹാവ് ടു ഹെൽപ്പ് ദ ചൈൽഡ് അണ്ടർസ്റ്റാൻഡ് വൈ ദേ ആർ ഡൂയിങ്. കുട്ടികൾക്ക് വെറും ഇല്ല എന്ന് പറഞ്ഞാൽ നടക്കൂല. അപ്പോൾ അവർക്ക് വേറെ എവിടെയെങ്കിലും ചാൻസ് കിട്ടുമ്പോൾ അവർ അപ്പോൾ യൂസ് ചെയ്യും. Why are you saying not to use it? What is wrong with increased screen time? Explain ചെയ്ത് കൊടുക്കണം. വെറുതെ ഇങ്ങനെ ചീത്ത വിളിക്കുക അങ്ങനെയല്ല, നോട്ട് ലൈക്ക് ദാറ്റ്. മറിയൻ്റെ എക്സ്പീരിയൻസിൽ ഈ സ്ക്രീൻ ടൈം കൂടിയിട്ട് ഏതെങ്കിലും കുട്ടികളുടെ എന്തെങ്കിലും അങ്ങനെ ഇഷ്യൂസ് ഒക്കെ വന്നിട്ട്, കുട്ടികളുടെ എല്ലാ വലുതും അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസോ? സോ ഞാൻ 2 years എൻ്റെ MPhil ചെയ്യുമ്പം നമ്മൾ ഫസ്റ്റ് ഇയർ ഫുൾ ചൈൽഡ് കേസസ് വന്നു. അപ്പോൾ ബിക്കോസ് ഓഫ് ദ പാൻഡമിക്, നമ്മൾ 2 years പാൻഡമിക്കിൻ്റെ ക്വാറന്റീൻ്റെ ഇതിലായിട്ട് കുറേ പാരൻസ് ഫോണ് യൂസ് ചെയ്ത് കുട്ടികളെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫോർ എക്സാമ്പിൾ ഫുഡ് നമ്മൾ ഫോൺ യൂസ് ചെയ്യുക, കരിയമ്മ ഫോൺ യൂസ് ചെയ്യുക, അങ്ങനെയല്ലോ. ലൈക്ക് ഐ സെഡ് ഏർലിയർ റൈറ്റ്, കുറേ അറ്റൻഷൻ സ്പാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റും, നിങ്ങളെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റും, വേറെ ആയിട്ട് കുറേ അങ്ങനത്തെ ഡിസ്റ്റർബൻസസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് ബോണായ കുട്ടികൾ ഹൂ ഡോണ്ട് ഹാവ് ഓട്ടിസം ഓർ ADHD show autism like symptoms just because of this. Just because of that, our language will not, for example, they might not be able to communicate properly. Or a 2-year-old communication ഉണ്ടാവില്ല. സോ അതെല്ലാം ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ അതെല്ലാം അത് എക്സ്പോഷർ കിട്ടാത്തതുകൊണ്ട് അവരെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടില്ല. യു ഡോണ്ട് സ്റ്റിമുലേറ്റ് ദം ഇനഫ് ടു ലേൺ. അങ്ങനെയുള്ള കുട്ടികളുണ്ട്, ശരിയാ. അപ്പൊ ഇനി എന്താ പാരന്റ്സ് ഇപ്പൊ ചെയ്യേണ്ടത്? ഇപ്പോൾ ദേ ഐഡന്റിഫൈഡ് ഇറ്റ് സോ സൂൺ, ഇറ്റ്സ് എ ഗുഡ് തിങ്. ഇപ്പോൾ 10 years വരെ പറയാതെ കുട്ടീനെ യു ക്യാൻ മാനേജ്. കുറച്ച് വലുതായാൽ അവരുടെ ഓൺ ഒപ്പീനിയൻസും അവരുടെ ഓൺ ഇൻഡിവിജ്വാലിറ്റിയും വരും. സോ ദാറ്റ് ടൈം ഇറ്റ്സ് മോർ ഹാർഡ് ടു ഗെറ്റ് ദം ടു ഫോളോ സംതിങ്. പക്ഷെ അതെ, ബേസിക്കലി സ്റ്റാർട്ട് ഓഫ് വിത്ത് തെറപ്പി. യാ, എന്ത് തെറാപ്പി? സ്റ്റാർട്ട് ഓഫ് ഇപ്പോൾ ലാംഗ്വേജ് ആണെങ്കിൽ സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, പിന്നെ ബിഹേവിയറൽ തെറപ്പി ഉണ്ട്, അത് നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നതാണ്. അത് ബേസിക്കലി ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ലെറ്റിംഗ് ദ ചൈൽഡ് get that exposure to do other things, alternative activities, and get the same joy out of it also. ട്രെയിൻ ചെയ്യുന്ന മാതിരിയാണ്. സോ എത്ര കാലം എടുക്കും അത് സക്സസ്ഫുൾ ആയി വരാൻ? ദാറ്റ് ഡിപ്പെൻഡ്സ്. ഇപ്പോൾ മെയിൻലി നമ്മളെ ബിഹേവിയർ തെറപ്പി മെയിൻലി പാരൻസിലൂടെയാണ് ചെയ്യാൻ. ചെറിയ കുട്ടിയാണെങ്കിൽ 5 years and below and everything, it will be a parents through the parent. It's called parent management training. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് ഇറ്റ് ടേക്സ് എ ബിറ്റ് ഓഫ് ടൈം, ബിക്കോസ് ഒരു ഹാബിറ്റ് ഫോം ആയി കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. സോ ഇനീഷ്യലി യു വിൽ നോട്ടീസ് ദാറ്റ് വാശി കൂടും കുട്ടീനെ, ബിക്കോസ് അവർ എത്ര പ്രഷർ ഇടാൻ നോക്കാൻ പറ്റുന്ന അത്ര ഇടും. ദാറ്റ് യു ഷുഡ് നോട്ട് ഗെറ്റ് ഡിറ്റേർഡ് ബൈ ഇറ്റ്. യു ഹാവ് ടു കണ്ടിന്യൂ, യു ഹാവ് ടു ബി കൺസിസ്റ്റൻറ്റ് ആൻഡ് വെരി കൺസിസ്റ്റൻറ്റ് ടു ദി എക്സ്റ്റെൻറ്റ് ദാറ്റ് 10 പ്രാവശ്യം ചെയ്തിട്ട് 1 പ്രാവശ്യം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രോഗ്രസ് ബാക്കിലേക്കായി പോകും. അത് ശരി. അപ്പോൾ അന്നേരം സ്നേഹമല്ല, ഐ എം നോട്ട് സെയിങ് ഒരു പണിഷ്മെന്റ് ആയിട്ടോ അല്ല, ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അങ്ങനത്തെ ഒരു അതോറിറ്റേറിയൻ പാരന്റിങ് അല്ല. ഇറ്റ് ഈസ് മോർ ഓഫ് ലൈക്ക് വാംത് കാണിച്ചിട്ടും, യു ആർ നോട്ട് പണിഷിങ് ദ ചൈൽഡ്. Never. You're not punishing the child, you're rewarding the child for good behavior. Okay. So you can also use the internet as a reinforcement. So ഇപ്പോൾ ഈ സമയത്ത് ഹോംവർക്ക് കഴിഞ്ഞെങ്കിൽ ഒരു 15 minutes യൂസ് ചെയ്യാം. അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ ഇപ്പം റിവാർഡായിട്ട് അങ്ങനെ സ്ക്രീൻ ടൈം യൂസ് ചെയ്യാൻ പാടുണ്ടോ? അല്ല, നിങ്ങൾ റെസ്ട്രിക്ഷൻസിൽ തന്നെ ഉണ്ടാവണത്, ഒരു ബൗണ്ടറി കീപ്പിംഗ് ഉണ്ടാവണം. അത് വെറുതെ എല്ലാത്തിനും കൊടുക്കാൻ പറ്റില്ല. സ്കൂളിൽ നിന്ന് വന്നിട്ട്
ഹോംവർക്കെല്ലാം കഴിഞ്ഞാൽ മേ ബി 7 to 8 is your phone time. അങ്ങനെ നോട്ട് എല്ലാത്തിനും അതൊരു റീഇൻഫോഴ്സ്മെന്റ് ആവാൻ പാടില്ല. അപ്പൊ പിന്നെ എപ്പോഴും റിവാർഡിന് വേണ്ടി തന്നെ വർക്ക് ചെയ്യും. ജസ്റ്റ് ടു ഹെൽപ്പ് ദം സ്റ്റിക്ക് ടു ദർ ഷെഡ്യൂൾ. ഈ എക്സ്ട്രീം കേസസ് ഒക്കെ ചില വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഫോണ് അതൊക്കെ റിയൽ ആണോ? ഇങ്ങനെ ഫോൺ കിട്ടാത്തപ്പം ഷിവറിങ് വരുന്നു. അതൊക്കെ ഇപ്പോൾ കുറെ റീസെർച്ച് ഉണ്ട് ദാറ്റ് ഇന്റർനെറ്റ് അഡിക്ഷൻ മറ്റ് സബ്സ്റ്റൻസ് അബ്യൂസ് അഡിക്ഷൻസിനൊക്കെ സിമിലാരിറ്റീസ് ആയിട്ട്. സോ അഡിക്ഷൻ പ്രസന്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ വേയിലാണ്. So this is also addiction. മറ്റേ addiction പോലെ തന്നെ. It's showing the same signs and symptoms like craving എന്നുള്ള പറഞ്ഞ മാതിരി. Craving അല്ലെങ്കിൽ withdrawal. അത് യൂസ് ചെയ്യാത്തേരോ എന്തെല്ലാം ആകുന്ന. എന്തൊക്കെ withdrawal symptoms എന്തൊക്കെയായിരിക്കും? Withdrawal symptoms mainly ഇറിറ്റേഷൻ ആയിരിക്കും. കുറേ ബിഹേവിയറൽ വിഡ്രോവൽ സിംറ്റംസ് ആയിരിക്കും, സൈക്കോളജിക്കൽ ആയിട്ടില്ല. ബിക്കോസ് ഫിസിക്കലി അങ്ങനെ വരണമെന്നില്ല, പക്ഷേ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് വരാൻ പറ്റും. സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, ഈറ്റിംഗ് ഹാബിറ്റ്സ് ഡിസ്റ്റർബ് ആവാൻ പറ്റും. സൈക്കോളജിക്കലി ആങ്സൈറ്റി, ഡിപ്രഷനെല്ലാം ഡെവലപ്പ് ചെയ്യാൻ വൾനറബിലിറ്റി കൂടും. സോ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഫസ്റ്റിൽ നമ്മൾ പാരൻറ്റ് സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്തിട്ട് വേണം പറയാനായിട്ട്. പിന്നെ വേറെ എന്തൊക്കെ പാരൻസിൻ്റെ സൈഡിൽ നിന്ന്? പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ പറയുക, ഒരു റെസ്ട്രിക്ഷൻ, ആ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ കുട്ടീനെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് ആ ഒരു റെസ്ട്രിക്ഷൻ വെക്കുക എന്നുള്ളത്. പിന്നെ വല്ലപ്പോഴും ഈ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റിവാർഡ് എന്നുള്ള നിലയിൽ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര മിനിറ്റ്സ് കാണാം എന്നുള്ളത് അല്ലേ. പിന്നെ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്? അവയർനെസ് റേസ് ചെയ്യണം. അത് സെൽഫ് അവയർനെസ് ആണോ? സെൽഫ് അവയർനെസ്സും കുട്ടീൻ്റെ അവയർനെസ്സും. ഇഫ് ദേ ആർ ഓഫ് 5 years and above and everything, അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഏജ് എത്തി, അവർക്ക് മനസ്സിലാവും നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബൗണ്ടറി വേറെ ചെയ്യാൻ പറ്റുന്ന ബൗണ്ടറി സെറ്റിങ്ങിൽ തന്നെ യു കെൻ മേക്ക് റൂൾസ് ലൈക്ക് ബെഡ്റൂമിൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. ഈ സമയം എല്ലാവരും ഒക്കെ യൂസ് ചെയ്യും, ഫാമിലി എല്ലാവരും. They should follow what they are saying first and foremost. They should have, and അവരെ between them also ഒരു യൂണിറ്റി ഉണ്ടാവണം. ഫാദറും മദറിൻ്റെ ഒരു ടീമായിട്ടാണ് ഉണ്ടാവേണ്ടത്. ഫാദർ ഒരു കാര്യം പറയാം, മദർ വേറെ കാര്യം പറയാം, അങ്ങനെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. You should make sure to be consistent in your efforts. And also make sure that ഇപ്പോൾ ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ വീട്ടിൽ അവരും കൺസിസ്റ്റൻ്റ് ആവണം. ഇല്ലെങ്കിൽ അവർ കുറച്ച് ലീനിയൻ്റ് ആയിട്ട് ഫോൺ കൊടുത്താൽ അവരുടെ ഫോണിന് പോകാൻ പാരൻസിനെ ഇഗ്നോർ ചെയ്യും. അതെ. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞത് പാരന്റൽ കൺട്രോൾ മാക്സിമം യൂസ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഈ കുട്ടികൾ ഇപ്പം എന്തായാലും ഇന്നത്തെ കാലത്ത് സ്ക്രീൻ ടൈം യൂസ് ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. ബാക്കിയുള്ളവർ പല കാര്യങ്ങളും പറയുമ്പോൾ ഇവർക്ക് അറിയാതെ പോകാനുള്ള സാധ്യത. അതുപോലെ സ്റ്റഡീസും കൂടുതൽ ഇതിൽ തന്നെയല്ലേ. അപ്പോൾ ചിലപ്പോൾ കുട്ടികൾ വെറുതെ പറയും ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഇപ്പോൾ വന്നാൽ എന്ത് പറയും? ദാറ്റ്സ് വെയർ കമ്മിങ് ടു നോ വാട്ട് കണ്ടന്റ് ദേ വാച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ സ്കൂളിൻ്റെ ആണെങ്കിലും ട്യൂഷൻ്റെ അങ്ങനെ എന്തെങ്കിലും, ബിക്കോസ് സ്ക്രീൻ ടൈം ആൻഡ് സോഷ്യൽ മീഡിയ ആൻഡ് ഓൾ ദാറ്റ് ആർ നോട്ട് കംപ്ലീറ്റ്ലി ബാഡ്. ഐ നോ ബെനിഫിഷ്യൽ ഉണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് അങ്ങനത്തെ കുറേ ഉണ്ട്. ബട്ട് യു നീഡ് ടു ബി അവെയർ ഓഫ് വാട്ട് യുവർ ചൈൽഡ് ഇസ് വാച്ചിങ്. What are they doing on the phone? Are they playing games or are they scrolling, doom scrolling? Are they trying to contact the people? Angathallu nokkanam. Our parents are aware aikkanam. That's why you don't completely restrict somebody from using the phone. Because completely restricted ningalku onnum ariyilla. You will not know what they are watching. They'll hide and watch. So that means you won't have any sort of understanding or awareness of what they are doing on the phone. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ അതോറിറ്റേറ്റീവ് പാരന്റിങ് തന്നെ, ഈ പാരന്റിന്റെ കയ്യിൽ നിന്ന് കുട്ടി ഒരു 12th ഒക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ഇല്ലല്ലോ അല്ലേ. അപ്പൊ കുട്ടി പിന്നെ എന്താ വേണ്ട അത് ചെയ്യും, ഒരു ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ. അപ്പൊ ഈ പാരന്റ് ശരിക്കും അവെയർ ആക്കി കൊടുക്കണം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. അല്ലാതെ വടിയും പിടിച്ച് നിർത്തി അത് ശരിയാക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണോ? അല്ല. That's what punishment is not the answer in any way. Punishment നിങ്ങൾക്ക് തോന്നും ആ സമയത്ത് വർക്ക് ചെയ്യും, പക്ഷെ റിപ്പീറ്റ് ആവും എന്തായാലും റിപ്പീറ്റ് ആവും. അപ്പോൾ ചൈൽഡ് ഷുഡ് ബി അവെയർ. അതാണ് അതിന്റെ മെയിൻ. അത് പാരന്റ് ആണ് അത് ചെയ്ത് കൊടുക്കേണ്ടത്. അതെ. എനിക്ക് മെയിൻ ടേക്ക് അവേസ് പറയാനുണ്ടായ പാരൻസ് ഭയങ്കര കൺസിസ്റ്റന്റ് ആവണമെന്നാണ്. ബിക്കോസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ടീസ് ഞാൻ ഫേസ് ചെയ്തത് പാരൻസ് കൺസിസ്റ്റന്റ് ആവുന്നില്ല, അല്ലെങ്കിൽ മദറോ ഫാദർ കൺസിസ്റ്റന്റ് ആവുന്നില്ല എന്ന് വെച്ചാൽ ലൈക്ക് ഐ സെഡ്, ഇപ്പോൾ ഈ കുട്ടിക്ക് ഓൾറെഡി പാറ്റേൺ ആയി, അത് തിന്നുമ്പോൾ ഫോൺ വേണം,
ഓക്കെ. സോ അടുത്ത പ്രാവശ്യം ഒരു അസോസിയേഷൻ ആയി കഴിഞ്ഞാൽ എവറി ടൈം വെൻ ഹീസ് ഈറ്റിംഗ് ഹീൽ എക്സ്പെക്ട് ദ ഫോൺ. സോ അത് പാരന്റ്സിന് അല്ലെങ്കിൽ കുട്ടിക്ക് എപ്പോഴാണ് പ്രോബ്ലം ആണ് മനസ്സിലാവുന്നത്? when the child refuses to eat at all. ഫോൺ ഇല്ലാണ്ട് ഭക്ഷണം നിർത്തി. തിന്നൂല. അത് ചില പാരന്റ്സിന് അടുത്ത് പറയൂ തിന്നാൻ വെറും ഫോൺ കൊടുത്താല. അത്രക്ക് ഒരു അസോസിയേഷൻ വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആ പാറ്റേൺ സെറ്റായി. അപ്പം സൈക്കോളജിസ്റ്റിനെ കണ്ടു. എന്നിട്ട് നിങ്ങളടുത്ത് സൈക്കോളജിസ്റ്റ് പറഞ്ഞേ ഇതിങ്ങനെ ചെയ്തോണ്ട് ഈ ഒരു അസോസിയേഷൻ ഫോം ചെയ്തിരുന്നെ. ഓക്കെ. സോ അപ്പോൾ പാരൻസ് ഓക്കെ ഫൈൻ, ഐ വോണ്ട് ഗിവ് ദ ഫോൺ, ലെറ്റ് ദ ചൈൽഡ് ഹാവ് ദ ടെമ്പർ ടാൻട്രം. അത് കാം ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കൊടുക്കാം. അങ്ങനെ അതൊരു 2-3 പ്രാവശ്യം നിങ്ങൾ ചെയ്യും. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ടെമ്പർ ടാൻട്രമിന്റെ ഇന്റൻസിറ്റി ഇൻക്രീസ് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ. സോ അത് കണ്ടിട്ട് പിന്നെയും ഫോൺ കൊടുക്കും. അത് ഇറ്റ് അഗൈൻ ഗോസ് ബാക്ക് ടു സ്ക്വയർ വൺ. അങ്ങനെ പാരന്റ്സ് അപ്പോൾ പറയുന്ന ആ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യില്ല. 2-3 പ്രാവശ്യം കൊടുക്കാതിരുന്നിട്ട് പിന്നെ അങ്ങ് കൊടുക്കും ഫോൺ. ടെമ്പർ ടാൻട്രംസ് ഡീൽ ചെയ്യാൻ പഠിക്കണം. അപ്പം മെയിൻലി എനിക്ക് കൂടുതൽ ചെയ്യാനുള്ളത് പാരന്റ്സിനാണ്. പാരന്റ്സ് ഇസ് ദ വൺസ് ഹു ക്യാൻ ഡു സംതിങ് അബൌട്ട് ഇറ്റ്. കുട്ടികൾക്ക് അത്ര അവർ മനസ്സിലാവില്ല. അത് ഭയങ്കര അഡിക്റ്റിംഗ് ആണ്. നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പം നമ്മൾ റിവാർഡ് പാത്ത് വേ ഉണ്ട് ബ്രെയിനിൽ. സോ ഡോപ്പമിൻ ഇൻക്രീസ് ആവും. ഡോപ്പമിൻ ഒരു ഇൻക്രീസ് ആകുമ്പോൾ യു ഗെറ്റ് എ ഗുഡ് ഫീലിംഗ്. സോ ദാറ്റ്സ് വൈ വി പോസ്റ്റ് ഓൺ ഇൻസ്റ്റഗ്രാം ആൻഡ് ദെൻ വി ഗെറ്റ് ലൈക്സ്, റൈറ്റ്? സോ വി ഫീൽ ഗുഡ്. സോ ഇഫ് യു ആർ യൂസ്ഡ് ടു ചേസിങ് ദാറ്റ് ഫീലിംഗ്, you are going to use it more and more. But we need to get the child to understand that എപ്പോഴും റിവാർഡ്സ് അത്ര വേഗം വരില്ല. നമ്മൾ സോഷ്യൽ മീഡിയ is very fast paced. എല്ലാം വേഗം കിട്ടും. one video to another video, or one photo to another photo. It's very quick. So we need to teach the child to tolerate that, you have to wait for some time. ഈ റിവാർഡ്സ് എപ്പോഴും വരണമെന്നില്ല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ലൈക്സും സാധനമൊക്കെ പെട്ടെന്ന് വരുന്ന കുട്ടിക്ക് പിന്നെ ലൈഫിൽ എന്തെങ്കിലും ഒരു സാധനത്തിന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതെ, ഡിഫിക്കൽട്ട് ആവും. അത് അവർക്ക് യൂസ്ഡ് ആയല്ലോ, യൂസ്ഡ് ടു റിവാർഡ്സ്, യൂസ്ഡ് ടു ക്വിക്ക് റിവാർഡ്സ്. അപ്പോൾ അത് അവരുടെ സ്വഭാവത്തിലും കാണിക്കും. ഈവൻ വേറെ ഏരിയാസ് ഓഫ് ലൈഫിൽ they won't be able to wait. ഈ എന്താ പറയുക, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് സോഷ്യൽ മീഡിയ എപ്പോഴും തരും. സോ ദാറ്റ് ഈസ് വാട്ട് മേക്സ് ഇറ്റ് ഒരു അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് മാത്രമേ. അപ്പോൾ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുമ്പോൾ ഉള്ളൊരു ഡോപ്പമൈൻ. മോസ്റ്റ് ഓഫ് തിങ്സ് ഓൺ സോഷ്യൽ മീഡിയ ഗിവ് യു dopamine increase, especially social media, middle ground. എനിക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വാട്ട് ഈസ് ആൻ അതോറിറ്റേറ്റീവ് ലൈക്ക് പാരന്റിങ് സ്റ്റൈൽ എന്നുള്ളതൊന്ന് പറയൂ. ആക്ച്വലി സൈക്കോളജിക്കൽ ടേംസിൽ അതോറിറ്റേറ്റീവ് ആണ് ഗുഡ് കൈൻഡ് ഓഫ് പാരന്റിങ്. ദ വൺ വിച്ച് മുമ്പൊക്കെ അല്ല, അത് നിങ്ങൾ മീൻ ചെയ്യുന്നത് അതോറിറ്റേറിയൻ ആണ്. അതോറിറ്റേറിയൻ, മോർ കൺട്രോൾ, ലെസ് വാംത്ത്. സോ അതോറിറ്റേറിയനിൽ എന്താവുന്ന കുറേ റൂൾസ് ഉണ്ടാവും, കുറേ ഇത് ചെയ്യണം അത് ചെയ്യണം, അങ്ങനത്തെ കുറേ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. മുന്നത്തെ ജനറേഷന്റെ ഒരു പാരന്റിംഗ് സ്റ്റൈൽ അതോറിറ്റേറിയൻ. സോ അതെന്താ ലീഡ് ചെയ്യാൻ ലോ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും, കൺട്രോൾ ചെയ്യാൻ പറ്റൂല, അവരെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കൂല, ഫോണെല്ലാം യൂസ് ചെയ്യും ആസ് എൻ ഓൾട്ടർനേറ്റീവ് ടു ഫീൽ ഗുഡ് മേ ബി. എന്നുവെച്ച് അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബാലൻസ് ബിറ്റ്വീൻ കൺട്രോൾ ആൻഡ് വാം. യു നോട്ട് ലെറ്റിംഗ് ദ ചൈൽഡ് ജസ്റ്റ് ബി ഓൾസോ, but you're also helping the child understand why they're doing all this, and you're providing them the safe space to talk about it. So that's very important. ഒരു ബാലൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു മെയിൻ കാര്യമാണ്, ഈ സേഫ് സ്പേസ്. കുട്ടിക്ക് എന്തും പറയാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? അങ്ങനെ ആകുമ്പോൾ തന്നെ ഒരുപാട് കുറേ പ്രശ്നങ്ങൾ പോകും, സോൾവ് ആവും. പിന്നെ പാരന്റ്സിന്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ്. പാരന്റ്സിന് വേഗം ദേഷ്യം പിടിച്ചാൽ കുട്ടിക്കും വേഗം ദേഷ്യം പിടിക്കാൻ തുടങ്ങും. മോഡലിംഗ് സെയിം ദേ വിൽ ബിഹേവ്. That's very important. So finally എന്താണ് പാരന്റ്സിനോട് പറയാനുള്ളത്? സ്ക്രീൻ ടൈം ഇപ്പോൾ കുട്ടികൾ ഒരുപാട് യൂസ് ചെയ്യുന്നു, ഇതെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന പാരന്റ്സിന് കുട്ടികളുടെ ലൈഫിലും ഇൻവോൾവ് ആയിട്ടുണ്ടാവണം. നോട്ട് ജസ്റ്റ് അവർ പഠിത്തത്തിനെ പറ്റി മാത്രം അറിയുന്നല്ല. ഇറ്റ് ഇൻവോൾവ്സ് എവറിത്തിങ്. ഫ്രണ്ട്ഷിപ്പ്, എന്താ കാണുന്നത്, എങ്ങനത്തെ ഇൻട്രസ്റ്റ്സ് ഉണ്ട്, ഹൗ ആർ ദേ ഡെവലപ്പിംഗ് ദോസ് ഇൻട്രസ്റ്റ്സ്. ആൻഡ് ഇറ്റ്സ് നോട്ട്, ഇഫ് യു ഡു ഇറ്റ് ഏർലി ഇറ്റ്സ് ഗുഡ്. ദ ഏർലിയർ യു സ്റ്റാർട്ട് ദി better the outcome. ഓവർ ഇൻവോൾവ്മെന്റും ചിലപ്പോൾ കുട്ടിക്ക് അതന്നെ, അതിനാ ചൈൽഡിനെ ഇൻവോൾവ് ചെയ്യണേ. ദാറ്റ്സ് വൈ യു ആർ ആസ്കിംഗ് ദ ചൈൽഡ് ആൻഡ് ദെൻ യു ആർ ഫോമിംഗ് എ പ്ലാൻ. ഇഫ് യു ഓൺലി മേക്ക് ഓൾ ദ ഡിസിഷൻസ് ദെൻ ദ ചൈൽഡ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഹാപ്പി. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആ ഒരു ബോർഡർ ലൈൻ കറക്റ്റ് ആയിട്ട് ബൗണ്ടറീസ് ഒക്കെ കീപ്പ് ചെയ്ത് കുട്ടീനെ ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ് ചെയ്യുക.
പാരൻസ് പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് അവർ ഫോളോ ചെയ്യും. അവരും ഫോളോ ചെയ്യണം. ആവും മിസ്റ്റേക്സ് ആവും, മിസ്റ്റേക്സ് എല്ലാം ആവും, പക്ഷേ ഇറ്റ്സ് നോട്ട് എന്താ പറയുക റിവേഴ്സിബിൾ അല്ല, അങ്ങനൊന്നും ഇല്ല. ചെയ്യാൻ പറ്റും. അപ്പോൾ ഒബ്സസീവായിട്ട് സ്ക്രീൻ ടൈമിലുള്ള ഒരു കുട്ടീനെ നമുക്ക് തിരിച്ച്, എൻ്റെ അടുത്തൊരു പാരൻറ്റ് എങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഭയങ്കര സ്ക്രീൻ ടൈം യൂസ് ചെയ്ത് ഈ പറയുന്ന ഒരു ഓട്ടിസം അങ്ങനെ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടുള്ള പാരൻസ്. അപ്പം ഞാൻ ശരിക്കും വിചാരിക്കുമായിരുന്നു ഈ സ്ക്രീൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വരുമോ എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ പറഞ്ഞപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോഴും എനിക്കത് മനസ്സിലായി. ഓക്കെ, അപ്പം അത് റിവേഴ്സ് ചെയ്ത് നമുക്ക് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച്. പ്രഷ്യസ് ടൈം ഇതിനു വേണ്ടി കട്ടൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതിൽ. ഒമാനിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു കട്ടൻ ടോക്സിൽ ഇരിക്കാൻ പറ്റിയതിൻ്റെ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു ഫോർ ഹാവിങ് മീ ആക്ച്വലി. ഇറ്റ്സ് എ വെരി എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലൊരു 5 എടുക്കുകയാണെങ്കിൽ മെയിൻ വരുന്ന ഒരു സാധനമാണ് ഇത് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും വേറെ ഒരു ആളുമായിട്ട് കട്ടനുമായിട്ട് ഞാനിവിടെ തന്നെയൊക്കെ ഉണ്ട്. നമുക്ക് വീണ്ടും കാണാം.